ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 ലഞ്ച് ബോക്സ് റെസിപ്പിയും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതാ അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ 2 റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഞാൻ തലേ ദിവസം നടത്തുന്നത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടിക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വൈകുന്നേരം തന്നെ നമുക്ക് ഏത് വെജിറ്റബിൾസ് ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് വിനാഗിരിയിലോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയിലോ ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നന്നാവും. കാരണം ഇത് ഒരുപാട് വിഷാംശങ്ങളാണല്ലോ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് പോകുന്നുണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. അപ്പം കഴിയുന്നതും നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഇതാ ഞാൻ ഓരോ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് വെക്കും, ഫ്രിഡ്ജിലേക്ക് വെക്കും. പിന്നെ രാവിലത്തെ കാര്യം ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. നമുക്ക് സ്കൂളിൽ പോകുന്ന ആ ഒരു ടൈമിൽ ഭയങ്കര ഹറിബറി ടൈം ആയിരിക്കുമല്ലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, കുട്ടിക്ക് കൊണ്ടുപോകാനുള്ളതാക്കണം, അവരൊരുക്കി കൊടുക്കേണ്ടി വരും, പിന്നെ അവരെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭയങ്കര ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. കുട്ടികൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നാവും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ നമ്മൾ ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒഴിവാക്കിയാൽ നല്ലതാണ്. ഇതൊന്നും കഴിക്കുമ്പോൾ അത്ര പ്രശ്നം വരില്ല. എഗ്ഗ് ഇനിയിപ്പോൾ വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെയും പറ്റും. അപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക, പിന്നെ പോയിട്ട് കിടക്കുകയും വേണം. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞ് അവരെ കിടത്തിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസിനൊക്കെ ചോറ് വേവിച്ചിട്ട് ഇങ്ങനെ ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് അതും മാറ്റി വെക്കാം. എന്നാൽ പിന്നെ അതും ഈസി ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട ചോറ് എടുത്താൽ മതിയല്ലോ. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഇതാ അവിടെ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒന്ന് മുറ്റത്തേക്ക് നോക്കിയതാണ് കേട്ടോ. 5:30 ആയപ്പോഴുള്ള ആ ഒരു വ്യൂ ആണിത്. നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ 6 മണിക്കാകുമ്പോഴേക്കും ഇപ്പം വെളിച്ചം വെക്കുന്നുമുണ്ട്. അപ്പോൾ അതാ ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് വെള്ളം കുടിക്കുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചായ വെക്കുന്ന പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ, അനുഷയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. ഈ ഒരു ചായ വെക്കുന്ന പാത്രം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. നമുക്ക് ഷുഗറായാലും ടീ ആയാലും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പാത്രത്തിലാണല്ലോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോങ് ആക്കാം, കുറക്കാം, കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓവർ ഫ്ലെയിമിലാക്കാത്തതായിരിക്കും കേട്ടോ നല്ലത്. കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തതാണ്. അപ്പോൾ അതാ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തലേ ദിവസം അരിഞ്ഞ് വെക്കുന്ന സമയത്ത് ഞാൻ 2 ദിവസത്തിനൊക്കെ അരിഞ്ഞ് വെക്കും. അങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണല്ലോ. ഈ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ നമുക്ക് 2 ദിവസമൊക്കെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങ് ആക്കി കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ടൊക്കെ അരിഞ്ഞ് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുറച്ച് റൈസും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ആക്കി കൊടുക്കാമല്ലോ. അപ്പോഴേക്കും ഇതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞത് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിങ്ങനെ തിളച്ച് വരുമല്ലോ ചായപ്പൊടിയൊക്കെ. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് എത്രയാണോ സ്ട്രോങ് വേണ്ടത് അത്രയും നമുക്ക് ആക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഷുഗറും അതിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കട്ടൻ ചായ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു സ്ട്രോങ്ങിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മളെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ആവശ്യമൊക്കെ പുറത്തൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം തന്നെ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടൻ ചായയൊക്കെ രാവിലെ എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ കാണിക്കുന്ന 2 റെസിപ്പിക്കും ഒരേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ആവശ്യമുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓയിലോ ഇനിയിപ്പം ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതൊന്ന് നമ്മുടെ പാനിലേക്ക് ആക്കി കൊടുക്കില്ല. ഞാൻ കുരുമുളകൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനിയിപ്പം കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ കുട്ടികൾക്ക് എഗ്ഗിൽ നമ്മൾ കുരുമുളക് ഇടുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ അതാ ഞാൻ പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ എഗ്ഗൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് എഗ്ഗ് ഒരു പകുതി വേവായതിന് ശേഷമാണ് നമ്മളിങ്ങനെ ചിക്കി കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് കാണൂല കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇളക്കിയാൽ എഗ്ഗ് ഒരു ഹാഫ് കുക്കായതിന് ശേഷമാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ എഗ്ഗൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ അതേ പാനിൽ തന്നെയാണ് നമ്മളെ ഈ ഒരു ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എഗ്ഗാണ് കേട്ടോ ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചിക്കനോ ഇനി സോയാബീനോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്നിങ്ങനെ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആണല്ലോ വേവാൻ കുറച്ച് പണിയുള്ള സാധനങ്ങൾ. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെയാണ് നമ്മൾ വേറെയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ബീൻസ് ക്യാരറ്റ് ഒന്നിങ്ങനെ വഴന്ന് വന്നതിന് ശേഷമാണ്, ചെറുതായിട്ട് മതി കേട്ടോ, അധികമൊന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. നമുക്ക് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്കാണ് ഞാൻ കുരുമുളക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചോറിൻ്റെ മേലെ അങ്ങനെ ഇടൂല, പിന്നെ എഗ്ഗിലും ഇട്ട് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ സോയാ സോസും പിന്നെ നമ്മൾ കെച്ചപ്പും കൂടി ആക്കി കൊടുത്ത് നമ്മൾ എഗ്ഗും അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചോറ് എത്രയാണോ ആവശ്യമുള്ളത് റൈസ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെയുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കണ്ട, പിന്നെ വേറൊന്ന് ഫ്രൈ ചെയ്തത് വേണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തേക്കാണെങ്കിൽ കുറേ വെജിറ്റബിൾസ് അവരെ അകത്തേക്കാവും. അപ്പോൾ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എരിവ് കൂട്ടാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അവരെന്തായാലും ഇത് ഫുള്ളും കഴിച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് നമ്മൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ഒരു ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചിങ്ങനെ കക്കിരിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും കൂടി അവർ കഴിച്ചോളും. ഇവിടെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കക്കിരി കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സ്നാക്സായിട്ട് ഇനി കക്കിരി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഐറ്റംസുകൾ എന്തെങ്കിലും. പിന്നെ മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നട്ട്സ്, ഈത്തപ്പഴം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തേക്കാറുണ്ട്. പിന്നെ ഇവിടെ ബിസ്ക്കറ്റൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ സ്കൂളിലേക്ക്. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണോ ഉണ്ടാക്കുന്നത് അത് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്തേക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. പിന്നെ നമ്മൾ അടുത്ത റെസിപ്പിയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തി വേണം കേട്ടോ. ചപ്പാത്തി കൊണ്ടൊരു നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചപ്പാത്തി കൊണ്ട് അവരറിയാത്ത രീതിയിൽ ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ ചപ്പാത്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് അന്ന് കുട്ടികൾക്ക് എളുപ്പമായിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി തന്നെ അവർക്ക് ലഞ്ചിനും കൊടുത്തേക്കാം.
അപ്പോൾ നല്ലൊരു സംഭവമായിട്ടാണ് കേട്ടോ എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ ചപ്പാത്തിയൊക്കെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുകയാണ്. ഭയങ്കര തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന്. കാരണം നമ്മൾ ഈ ഒരു ചപ്പാത്തി കൊണ്ടൊരു നൂഡിൽസ് എന്നുള്ള ഒരു സംഭവമാണല്ലോ കുട്ടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു കട്ടിയിലൊന്നും ആയാൽ കുഴപ്പമില്ല. എന്നാൽ നൈസായി എന്ന് വെച്ചിട്ട് അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഓരോ ചപ്പാത്തികളും ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. ചപ്പാത്തി പരത്തൽ ടാസ്ക് ആയിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്താൻ. അപ്പോൾ ഞാൻ നല്ലോണം പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്താനാണ് കേട്ടോ ഒരു സുഖം തോന്നുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് അധികവും പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ ചപ്പാത്തി പരത്തുന്ന ഒരു പണിയാണെന്നുണ്ടെങ്കിൽ രാത്രി പരത്തിയിട്ട് ഒന്ന് ഹാഫ് കുക്കാക്കിയിട്ട് ഒന്ന് കാസറോളിലിട്ട് വെച്ചാൽ മതിയാവും. പിന്നെ രാവിലെ എടുത്തിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. നമ്മൾ സമയം പോലെയാണ് കേട്ടോ എല്ലാ ജോലികളും ചെയ്ത് തീർക്കുക. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്ഥലം നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു ക്ലീനിങ്ങിൻ്റെ പണി പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അന്നേരം ആ ഒരു സ്ഥലങ്ങളൊക്കെ നന്നാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ ക്ലീനിങ്ങിൻ്റെ കാര്യം. പിന്നെ അത് ആ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി നമ്മൾ ചുടുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഫസ്റ്റത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ മറിക്കുക. പിന്നെ ഒരു താഴെ ഭാഗം ഒന്ന് ഉറപ്പ് വെച്ചതിന് ശേഷം ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്താൽ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമാകാതെ മറിച്ചിട്ടാലാണ് ചപ്പാത്തി ഒന്നും പൊങ്ങി വരാതെ ഒരു ഉഷാറില്ലാതെ ബലം പിടിച്ചിരിക്കുക. അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ആ ചപ്പാത്തി ഓരോന്നും നമുക്കിങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ മാത്രമാണ് കേട്ടോ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റാകുക. നമ്മൾ കുഴക്കുന്നതിലും പരത്തുന്നതിലും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിലാണ് നമ്മളെ ചപ്പാത്തി പെർഫെക്റ്റ് ആയിട്ട് വരിക. അങ്ങനെ ഞാനിതാ ഓരോ ചപ്പാത്തികളും അതേ ഒരു മെത്തേഡിൽ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി രാവിലെ തന്നെ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പഞ്ചസാര ഞാൻ തേങ്ങയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ റോളാക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ഇതാ നമ്മളെ റെസിപ്പി നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഓയിൽ ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ പിറ്റേ ദിവസം ഫ്രൈഡ് റൈസ് തന്നെ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതാ ഞാൻ എല്ലാ വെജിറ്റബിൾസും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം. അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 2 ചപ്പാത്തി എടുക്കുന്നുണ്ടെങ്കിൽ 2 എഗ്ഗ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. പിന്നെ അതിൽ നമ്മൾ ഉപ്പ് ആണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എല്ലാത്തിലും ചപ്പാത്തിയിൽ ഉപ്പിട്ടിട്ടുണ്ടാവും, നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പിട്ടിട്ടാവും, എഗ്ഗിലും ഉപ്പിടുമ്പം എല്ലാം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ റോൾ ചെയ്തെടുക്കുക ചപ്പാത്തി. എന്നിട്ട് ഒരു കത്രിക വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു എഗ്ഗിലേക്ക്. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു ചപ്പാത്തി കൊണ്ടുള്ള നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികൾ ചപ്പാത്തി ഇങ്ങനെ വെറുതെ കൊടുത്താലൊന്നും അവർ കഴിക്കണം എന്നില്ല. ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ഫുഡ് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സമാധാനമാണ്, കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. അങ്ങനെ അതാ നമ്മളെ ചപ്പാത്തിയൊക്കെ കട്ട് ചെയ്തത് എഗ്ഗിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടാണ് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണെങ്കിലും ഈ ഒരു ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കെച്ചപ്പ് ചേർക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. സോയാ സോസൊക്കെ ഓപ്ഷനിലാണ്, എന്തായാലും കെച്ചപ്പ് ഇട്ടാലാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് നിർബന്ധമുള്ള കാര്യമാണ്. പിന്നെ സോയാ സോസ് വേണമെങ്കിൽ ആക്കി കൊടുത്താൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമുക്ക് ഉപ്പ് വരാനുണ്ട്, അപ്പോൾ ഉപ്പിടുന്നത് മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സ്നാക്സ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ കഴിക്കാൻ കൊടുക്കുന്നത് ഞാൻ മുസമ്പിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കുട്ടികളെ
പറഞ്ഞു വിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയൊക്കെ എത്രയാണ്. അപ്പോൾ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.